കായംകുളം നഗരസഭ 4-ാം വാർഡ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വനിതകൾക്കായി സ്വയം തൊഴിൽ പദ്ധതി പരിശീലനത്തിന് മുന്നോടിയായി ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ഉദ്യോഗസ്ഥനായ ഡോക്ടർ രാജ് മുഹമ്മദ് ക്ലാസ് നയിച്ചു. കായംകുളം നഗരസഭ 4-ാം വാർഡ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വനിതകൾക്കായി സ്വയം തൊഴിൽ പദ്ധതി പരിശീലനത്തിന് മുന്നോടിയായുള്ള ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ഉദ്യോഗസ്ഥനായ ഡോക്ടർ രാജു മുഹമ്മദ് ക്ലാസ് നയിച്ചു. പല സ്ത്രീകൾക്ക് എന്ത് ജോലി ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അവർക്ക് അർഹമായ ശമ്പളം കിട്ടുന്നില്ല, പ്രതിഫലം പോലും കിട്ടുന്നില്ല. നിങ്ങൾക്കറിയായിരിക്കും, നമ്മുടെ നാട്ടിൽ ധാരാളം പേരും ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, തുണിക്കടകൾ അല്ലേ, ചെറിയ ചെറിയ കടകളിൽ അവിടെയൊക്കെയാണ് നിൽക്കുന്നത്. ചിലപ്പോൾ 7,000 രൂപ 8,000 രൂപയൊക്കെ ആയിരിക്കും ശമ്പളം. ഒരു മാസം എന്ത് കിട്ടാനാണ്? എന്ത് ചെയ്യാനാണ്? പുരുഷനെ സംബന്ധിച്ച് അവിടെ വീട്ടിലായിരിക്കും. എല്ലാവരും കാര്യമല്ല ഞാൻ പറയുന്നത്, പൊതുവേ ഞങ്ങൾ കണ്ടുവരുന്നൊരു കാര്യമാണ്. അപ്പോൾ സ്ത്രീകളെ സ്വയം പര്യാപ്തയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പദ്ധതികളിലൊന്നും എല്ലാവർക്കും അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ ഈ കോർപ്പറേഷനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടോ? വനിതാ വികസന കോർപ്പറേഷൻ കേട്ടിട്ടുണ്ടോ? എന്താണെന്ന് അറിഞ്ഞുകൂടാ. വനിതാ വികസന കോർപ്പറേഷൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ വനിതാ വികസന കോർപ്പറേഷൻ എന്ന് പറയുന്നത് വനിതകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. പ്രധാനമായിട്ടും നമ്മൾ സ്വയം തൊഴിലിന് വേണ്ടിയുള്ള വായ്പയാണ് കൊടുക്കുന്നത്. അപ്പം വായ്പ നേരത്തെ മുൻകാലങ്ങളിൽ നമുക്ക് ഒരു സെക്യൂരിറ്റി ഇല്ലാതെ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഈ സെക്യൂരിറ്റി ഇല്ലാതെ കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ്, ഒന്നും വെക്കണ്ടല്ലോ. പ്രധാനമായിട്ട് ഈ ട്രെയിനിങ്ങിന് തന്നെ വരുന്നത് എന്തിനാ? ലോൺ എടുക്കാനാണ്, പഠിക്കാനല്ല. പ്രധാനമായിട്ട് ലോൺ. അപ്പോൾ പഠിക്കുമ്പം കുറച്ച് നേരം ഇരുന്നാൽ മതിയല്ലോ. 1 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിങ്, അല്ലെങ്കിൽ 4 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ട്രെയിനിങ് കംപ്ലീറ്റ് ആവും, സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് വെച്ച് ലോണിലേക്ക് പോകാം. അപ്പോൾ അങ്ങനെ എന്ത് സംഭവിച്ചു? ഇത് തിരിച്ചടവ് വരുന്നില്ല. രാജ്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ തിരിച്ചടവ് ഒന്നും വരുന്നില്ല. തിരിച്ചടവ് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ലോൺ എടുക്കാൻ വരുമ്പം ഞങ്ങളെ ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും, അല്ലേ സാർ? ലോൺ എടുക്കാൻ വരുമ്പോൾ എല്ലാവർക്കും നമ്മളോട് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ചിരിയും സന്തോഷം. തിരിച്ചടവ് ഇല്ല. മുടങ്ങുമ്പോഴോ? അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് ഫീൽഡ് ഓഫീസേഴ്സ് പോവും. ഫീൽഡ് ജോലിക്ക് ഉദ്യോഗസ്ഥർ ഫീൽഡിൽ പോകുമ്പോൾ അവർക്ക് പല കാഴ്ചകൾ കാണും. ചിലപ്പം പലരും വളരെ മോശപ്പെട്ട രീതിയിലാണ് അവരിത് പ്രതികരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് തുടങ്ങിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? ഈ ലോൺ കൊടുക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ട്രെയിനിങ് കൊടുത്തുകൂടാ, പരിശീലനം കൊടുത്തുകൂടാ? ഇപ്പോൾ പരിശീലനം ഇല്ലാത്തതുകൊണ്ടാണ് പ്രധാനമായിട്ടൊരു പ്രശ്നം ഇവിടെ വരുന്നത്. അങ്ങനെ ഞങ്ങൾ 2009 വനിതാ വികസന കോർപ്പറേഷൻ റീച്ച് എന്ന് പറഞ്ഞൊരു ഫിനിഷിംഗ് സ്കൂൾ ആരംഭിച്ചത്. റീച്ച് എന്ന് പറഞ്ഞ റിസോഴ്സ് എൻഹാൻസ്മെൻറ്റ് അക്കാഡമി ഫോർ കരിയർ ഹൈറ്റ്സ് എന്ന് പറയും, റീച്ച്. ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക സാംസ്കാരിക ഉന്നമനത്തിന് വനിതകൾ കൂടുതലായി തൊഴിൽ രംഗത്തേക്ക് കടന്നു വരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗാർമെന്റ് നിർമ്മാണം, ഫുഡ് പ്രൊഡക്ഷൻ, LED ബൾബുകളുടെ നിർമ്മാണം, ട്യൂബുകളുടെ നിർമ്മാണം, സീരിയൽ ബൾബുകളുടെ നിർമ്മാണം, കേക്ക് നിർമ്മാണം, വിവിധതരം ഫാമുകൾ തുടങ്ങൽ എന്നിങ്ങനെ വ്യത്യസ്തമായ തൊഴിലവസരങ്ങൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്തി. അസോസിയേഷൻ പ്രസിഡന്റ് ലിയാഖത്ത് പറമ്പിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ജനറൽ സെക്രട്ടറി മുഹമ്മദ് സാബിർ, ട്രഷറർ ഷറഫുദ്ദീൻ, ഭാരവാഹികളായ ഹഫീസ് മുല്ലശ്ശേരി, H. കുൽസുമ, ബാബു കിഴക്കയ്യത്ത്, സലാഹുദ്ദീൻ, സ്നേഹ വനിതാവേദി കൺവീനർ റഫീദ ഹഫീസ്, അനീഷ ജസീൽ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.